ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ ഇന്നെടുത്ത വീഡിയോ അല്ല, ചൊവ്വാഴ്ച വൈകിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അനിയൻ പോകുന്നതിന് മുമ്പത്തെ കുറച്ച് വിശേഷങ്ങളും പെട്ടുകെട്ടില്ല അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ള വീഡിയോ. അപ്പോൾ ഇൻട്രോ എനിക്ക് അപ്പോൾ എടുക്കാൻ പറ്റില്ല, ഗൈസ്, സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നാണ് എടുക്കുന്നത്, അതായത് വ്യാഴാഴ്ച. ഓക്കെ, അപ്പോൾ നമുക്കെന്നാ ആ വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഓക്കെ, അങ്ങനെ ഇതാ ഞങ്ങൾ പെട്ടി കെട്ടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ഇവിടെ വെച്ച് ഇവിടെ വെച്ച് അവിടെ വെച്ച് ആദ്യം പെട്ടി കെട്ടുമ്പോൾ അങ്ങനെയാണല്ലോ, അവിടെ എന്ത് വെച്ചാലും ശരിയാവില്ല, പിന്നെയും വീണ്ടും എടുത്ത് നേരെ വെക്കും. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഒന്ന് ഷൂ ഒക്കെ റാപ്പ് ചെയ്യുകയാണ്. പിന്നെ ഇത് കൊഴുവ ഉണങ്ങിയത് കേട്ടോ, ഉണക്ക കൊഴുവയാണ്. ഇവിടെ കൊഴുവ എന്ന് പറയാം, ഓരോരവിടെ ഓരോ പേരായിരിക്കും, അവരുടെ നത്തോലി എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണിത്. അപ്പോൾ കൊഴുവ കൊടുത്തു വിടുന്നുണ്ട്. അത് നന്നായി പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇതേപോലെ കവറിൽ വീണ്ടും പൊതിഞ്ഞിട്ട് പിന്നെ റാപ്പ് ചെയ്യാണ്. ക്ലീൻ റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. റാപ്പ് ചെയ്ത് നന്നായി എടുക്കുന്നുണ്ട്, അതിൻ്റെ മണമൊന്നും പുറത്ത് വരാത്ത രീതിയിൽ നന്നായി റാപ്പ് ചെയ്ത്. പിന്നെ അത് ചൂരമീൻ അച്ചാറാണ്. പിന്നെ ഇതാണ് പെട്ടി, ഇതിനുള്ളിലാണ് നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ വെക്കേണ്ടത്. അപ്പോൾ റൂമൊക്കെ കുറച്ച് അലങ്കോലമായി കിടക്കുന്നുണ്ട്, അതൊന്നും കാര്യമാക്കേണ്ട. നമ്മൾ പെട്ട് കെട്ടുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, കുറേ കവറുകളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ നമ്മളോട് കുറേ സംഭവമൊക്കെ കെട്ടി എല്ലാം പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവനിക്ക് മാറിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഹാദിക്കുട്ടി അതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ രാത്രിയാണ് കേട്ടോ ഈ പണി ഒക്കെ ചെയ്യുന്നത്. രാത്രിയാണ്, കുറേ പണിയുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇടയിൽ ഹാദിക്കുട്ടിനെയും നോക്കണമല്ലോ, അവൻ്റെ കളിയും ചിരിയും ഒക്കെ. അങ്ങനെ ഇതാ ഞങ്ങൾ പെട്ടി ഓപ്പൺ ചെയ്തു, ഓരോന്നും ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടു. അപ്പോൾ നമുക്ക് നിറയെ സ്പേസ് കിട്ടും. ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിറയെ സാധനങ്ങൾ വെക്കാൻ സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടിയിൽ ആദ്യം വെച്ചു, പിന്നെ എടുത്തു വെച്ചു. അങ്ങനെ ഞങ്ങൾ അവസാനം നല്ലതായിട്ട് റാപ്പ് ചെയ്തിട്ട് അതിലൊക്കെ പേരെഴുതി. അവനിക്ക് പിന്നെ മാറിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിലും മാർക്കർ വെച്ച് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണക്ക നത്തോലി, പിന്നെ ചെറിയ ഉണക്ക മാന്തലുണ്ടല്ലോ അത്, പിന്നെ കുറച്ച് മെഡിസിൻസ് മീൻസ് നമുക്ക് തലവേദനയ്ക്കുള്ള, ജലദോഷത്തിനുള്ള വിക്സ്, സ്ട്രെപ്സിൽസ്, അങ്ങനത്തെ കുറച്ച് അത്യാവശ്യമായ വേണ്ട കുറച്ച് മെഡിസിൻസ്. നമുക്ക് പെട്ടെന്ന് ജലദോഷമൊക്കെ വന്നാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ അവൻ, അതുകൊണ്ടാണ് അത് കൊടുത്ത് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ ഫേസ് വാഷ്. അപ്പോൾ അവനിക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിനും എന്താ പറയുക, അവനിക്ക് എടുത്തിട്ട് ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് കൺഫ്യൂഷനായി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നിലും പേരെഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് തോളൂരിൻ്റെ അച്ചാർ, ഓൾറെഡി നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തോളൂരിൻ്റെ അച്ചാർ നല്ല ടേസ്റ്റാണ്, അപ്പോൾ അത് കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ നമുക്ക് ആലത്തൂരിൻ്റെ സ്വന്ത നമ്മുടെ ഇവിടുത്തെ ഫേമസ് സാധനമായ SNR ചിപ്സ്. പിന്നെ ഇത് ചുമയ്ക്കുള്ള ഒരു പൊടിയാണ് കേട്ടോ, നമ്മുടെ ആയുർവേദ കടയിലൊക്കെ കിട്ടും. ചുമയൊക്കെ വരുമ്പോൾ ഇത് കഴിച്ച് പെട്ടെന്ന് മാറും. വേറെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇത് ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ നമുക്ക് പെട്ടെന്ന് ശരിയാവും കേട്ടോ. പിന്നെ ഇത് കുറച്ച് പൊടി ഐറ്റംസ് ആണ് കേട്ടോ, മസാലപ്പൊടികളും പിന്നെ മുളക് പൊടി, നമ്മൾ ഉണക്കി പൊടിച്ച മുളക് പൊടി, അവില്, അങ്ങനത്തെ മല്ലിപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലും എല്ലാം അതിൽ എന്തൊക്കെയാണ് ഉള്ളത് വെച്ചാൽ അതും നല്ല പേരെഴുതി അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാറിപ്പോണ്ടല്ലോ, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ച് മാറിപ്പോണ്ട. അപ്പം മല്ലിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച സാധനങ്ങളൊക്കെയാണ് അതൊക്കെ. പിന്നെ ഇതിൽ അവനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നത്തോലിയും, പിന്നെന്താ കൊഴുവിയും, പിന്നെ മാന്തളും. പിന്നെ ഇത് അച്ചാർ, നമ്മൾ വീട്ടിലിപ്പോൾ ഉണ്ടാക്കിയ ചൂരമീൻ അച്ചാർ. പിന്നെ അവനിക്ക് ഇപ്പോൾ ലഗേജ് 27 കിലോ കൊണ്ടുപോകാം. അപ്പോൾ അവൻ ഈ പെട്ടിയിൽ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, വേറെ ലഗേജും കാര്യങ്ങളൊന്നും ഇല്ല. 27 കിലോ മീൻസ് ആകെ അവൻ കയ്യിൽ 7 പെട്ടിയിൽ 20 കൊണ്ടുപോകാം. പക്ഷെ അവൻ ഇതിൽ പെട്ടിയിൽ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ ഇതിൽ ഫുള്ള് ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ബാഗും കൂടി ഉണ്ട് കേട്ടോ അവനിൽ. ബാഗുണ്ട്, അതിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അവനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ, അത്യാവശ്യമായി എടുക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാം പെട്ടിയൊക്കെ കെട്ടി ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇതാ ഞങ്ങൾ പെട്ടിയൊക്കെ കെട്ടി എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാളെ അതായത് ബുധനാഴ്ച 15-ാം തീയതി രാവിലെ 8 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. 1:10 ഉച്ചയ്ക്ക് 1:10 ഫ്ലൈറ്റും. പിന്നെ ഇതാ വീട്ടിൽ ഞങ്ങൾ പെട്ടിയൊക്കെ ഇട്ടുകൊണ്ട് അതൊന്നും കൺഫ്യൂഷൻ ആവണ്ട, ഇനി വെയിറ്റ് കൂടി പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തൊരു ഇത് വാങ്ങിച്ചു, വെയിറ്റ് തൂക്കണമെന്ന് വാങ്ങിച്ചു. 50 കിലോ വരെ അതിൽ നമുക്ക് വെയിറ്റ് നോക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് പിന്നെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം പറഞ്ഞു എനിക്ക് പായസം വേണമെന്ന്. അപ്പോൾ പായസം വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ മധുരത്തിൽ ഒരു കുറവ് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാൻ ശേഷം നെയ്യ് പിന്നെ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാരമലൈസ് സേമിയ പായസം വെക്കണം കേട്ടോ. അത് നമ്മുടെ നോർമൽ രീതിയിൽ പായസം വെക്കണേക്കാളും നല്ലത് ഇങ്ങനെ കാരമലൈസ് ചെയ്ത് വെക്കുമ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചിട്ടും ഒക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോകുന്നുണ്ടായിരുന്നു. മഴ വരാനുള്ള നല്ല സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങളിവിടെ ഓരോന്ന് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ സേമിയ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ നിന്നപ്പോൾ അപ്പം കറണ്ട് പോയി കേസ്. അതാണ് ഞങ്ങളുടെ ഒത്തിരി അവിടെ ബീഫ് കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി അടിക്കാൻ പോകും. ചേർത്തിട്ടൊക്കെ ഫ്രൈ ചെയ്യാൻ പോകണം. ഓക്കെ, അങ്ങനെ ഉമ്മ അവിടെ ബീഫ് കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉമ്മാക്ക് നാളെ അവൻ പോകുന്നതിൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അനിയൻ നാളെ പോവുകയാണല്ലോ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്ന് ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരാൾ എന്താ പറയുക ജോലിക്കായിട്ട് പുറത്ത് പോകുമ്പോൾ നല്ല വിഷമം ഉണ്ടാവുമല്ലോ. അതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇവിടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് ഹാദിക്കുള്ള കൂള് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ സേമിയ വന്നതിന് ശേഷമാണ് കാരമലൈസ് ചെയ്തിട്ട് ഒഴിച്ചത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം അത് നന്നായി തിളച്ചിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് ഏലക്കായൊക്കെ പൊടിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ഈ കാരമലൈസ് പായസം റെഡിയായി. പിന്നെ നമുക്കിതിൽ കാഷ്നട്ട് കിസ്മിസൊന്നും വറുത്ത് കോരിയിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആണ്. അപ്പോൾ നമ്മൾ നോർമൽ പായസം എപ്പോഴും കുടിച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു അടാറ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഫുള്ള് എടുക്കണം എന്നാണ് വിചാരിച്ച്. ഞങ്ങൾ ഇതൊക്കെ എമർജൻസി ഒക്കെ വെച്ചിട്ട് കറണ്ടൊക്കെ പോയി നല്ല ഇടിയും മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഫുള്ള് എടുക്കണമെന്ന് വിചാരിച്ച് പക്ഷേ പറ്റിയില്ല ഗൈസ്. അപ്പോഴേക്കും ഫോണിലെ ചാർജൊക്കെ തീർന്നു. ഇത് നമ്മൾ കറിക്കുള്ള കുറച്ച് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കൊടുത്തു വിടാനുള്ള കുറച്ച് ബീഫ് കുക്കറിലുണ്ട് കേട്ടോ. അത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. പത്തിരിയും ബീഫ് കറിയൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. പത്തിരി ബീഫ് നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് വേണം കൊടുത്തയക്കാൻ. പിന്നെ നമ്മൾ കൊടുത്തയക്കുന്ന ബീഫിൽ നമ്മൾ സവാള തക്കാളി ഇതൊന്നും ഇടൂല കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ നല്ല ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് കറിക്കുള്ള സവാളയും ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ കൊടുത്തയക്കുന്നതിൽ എന്താ പറയുക തേങ്ങ ഇടാൻ പാടില്ല, സവാള ഇടാൻ പാടില്ല, തക്കാളി ഇടാൻ പാടില്ല. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഉണക്കമുളക്, ചെറിയുള്ളി അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പോയതാണ്, പോകാൻ മുഴുവൻ ചുറ്റി കേസ്. അപ്പോൾ അവൾ പറയണേ അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അപ്പോൾ ശരിയാണ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഫുള്ളും തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കറണ്ടില്ല, പിന്നെ നല്ല ഇടിയും മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഫുള്ളൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ ഞാൻ അനിയൻ ഇറങ്ങുന്നതും യാത്ര പോകുന്നതും ഒക്കെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.